സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഈടാക്കുന്ന ആദ്യ 10 നായികമാർ. ഐശ്വര്യ ലക്ഷ്മി. മലയാള സിനിമയിലെ ഭാഗ്യനായിക എന്ന് വിശേഷിപ്പിക്കുന്ന നടി ഐശ്വര്യ ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഈടാക്കുന്ന ആദ്യ 10 നായികമാരിൽ 10ാം സ്ഥാനത്ത്. ഡോക്ടറായ താരം മോഡലിംഗ് രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്രതീക്ഷിതമായാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തിപ്പെട്ടത്. മലയാളത്തിലെ യുവനായകന്മാരിൽ ശ്രദ്ധേയരായ നിവിൻ പോളി, ടൊവിനോ തോമസ്, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ആസിഫ് അലി, കാളിദാസ് ജയറാം തുടങ്ങിയവർക്കൊപ്പമെല്ലാം നായികയായി താരം അഭിനയിച്ചിട്ടുണ്ട്. 2017 മുതൽക്കാണ് താരം അഭിനയ രംഗത്ത് സജീവമാകുന്നത്. ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് താരം. ഐശ്വര്യ ഇപ്പോൾ തമിഴ്, തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും അരങ്ങേറ്റം കുറിച്ചു. ഒരു ചിത്രത്തിനായി താരം വാങ്ങുന്ന പ്രതിഫലം 18 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. കല്യാണി പ്രിയദർശൻ. സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ കല്യാണി ഇന്ന് തെന്നിന്ത്യയിലെ ശ്രദ്ധേയ നായികയാണ്. തെലുങ്ക്, തമിഴ് ഭാഷാ ചിത്രങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചതിനു ശേഷമാണ് താരം മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. 2020 പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിൽ ദുൽഖറിനോടൊപ്പം നായികയായി താരം അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് മറിക്കാർ, അറബിക്കടലിന്റെ സിംഹം, ഹൃദയം, ബ്രോഡാഡി തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും വേഷമിട്ടു. ഓരോ ചിത്രത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കി. 25 ലക്ഷം രൂപയാണ് ഒരു ചിത്രത്തിനായി കല്യാണി വാങ്ങുന്ന പ്രതിഫലം. രജിഷ വിജയൻ. ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടിയെടുത്ത നടിയാണ് രജിഷ വിജയൻ. സ്ത്രീ കഥാപാത്രത്തിന് മുൻതൂക്കം നൽകുന്ന ഒട്ടേറെ ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് താരം. ജൂൺ, കോക്കോ, സ്റ്റാൻഡപ്പ്, ഫൈനൽസ് എന്നീ ചിത്രങ്ങൾ അതിൽ ചിലതാണ്. തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും രജിഷ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അഭിനയ രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന താരം ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം 25 ലക്ഷം രൂപയാണ്. മമത മോഹൻദാസ്. നടന്മാരെ പോലെ നായകന്മാർ ഏറെക്കാലം അഭിനയ രംഗത്ത് തുടരാറില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ലഭിക്കുന്നത് സഹനടി, അമ്മ വേഷങ്ങളെല്ലാമായിരിക്കും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നും അഭിനയ രംഗത്ത് നായികയായി തുടരുന്ന താരമാണ് മമത മോഹൻദാസ്. 2005 മുതൽ അഭിനയ രംഗത്ത് സജീവമായ താരം ഇപ്പോഴും മലയാള സിനിമയിൽ ശ്രദ്ധേയ താരമാണ്. അഭിനേത്രി, പിന്നണി ഗായിക എന്നീ മേഖലകളിൽ ശോഭിക്കുന്ന താരം ഒരു ചിത്രത്തിനായി ഇപ്പോൾ വാങ്ങുന്ന പ്രതിഫലം 30 ലക്ഷം രൂപയാണ്. അനു സിത്താര. തനി നാടൻ സുന്ദരി എന്ന് മലയാള സിനിമയിൽ വിശേഷിപ്പിക്കാവുന്ന ഏക നടി അനു സിത്താരയായിരിക്കും. ബാലതാരമായി മലയാള സിനിമയിലേക്ക് എത്തിപ്പെട്ട താരം പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിൽ നായികയായി എത്തിയപ്പോഴാണ്. തുടർന്നങ്ങോട്ട് നിരവധി നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ അനുവിന് സാധിച്ചു. 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെയാണ് ഒരു ചിത്രത്തിന് നിലവിൽ അനു സിത്താര ഈടാക്കുന്ന പ്രതിഫലം. നിത്യ മേനോൻ. ഒരു ചിത്രത്തിന് 40 ലക്ഷം പ്രതിഫലം വാങ്ങുന്ന താരമാണ് നടി നിത്യ മേനോൻ. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷാ ചിത്രങ്ങളിലും നിത്യ തന്റെ അഭിനയ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് താരം അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത്. കന്നഡ ചിത്രത്തിലാണ് ആദ്യമായി നായികയായി വേഷമിടുന്നത്. അഭിനേത്രി എന്നതിനു പുറമെ അറിയപ്പെടുന്ന ഒരു പിന്നണി ഗായിക കൂടിയാണ് നിത്യ. സംയുക്ത മേനോൻ. സംയുക്ത മേനോൻ ഒരു ചിത്രത്തിനായി 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് താരം അഭിനയ രംഗത്ത് ശോഭിച്ചത്. ആദ്യ ചിത്രം താരത്തിന് വലിയ ശ്രദ്ധ നേടിക്കൊടുത്തില്ലെങ്കിലും പിന്നീട് പുറത്തിറങ്ങിയ തീവണ്ടി എന്ന ചിത്രം താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. ഇപ്പോൾ തെലുങ്കിലും സംയുക്ത തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ഭീംല നായക് എന്ന ചിത്രത്തിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാർ പവൻ കല്യാണിന്റെ നായികയായാണ് താരം അരങ്ങേറ്റം കുറിച്ചത്. താരം മൂലം ഉയർന്നതിൽ പിന്നെ അതിശയിക്കാനുണ്ടോ? പാർവതി തിരുവോത്ത്. സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം സിനിമയ്ക്ക് പുറത്തും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ചുരുക്കം ചില നായികമാരിൽ ഒരാളാണ് നടി പാർവതി തിരുവോത്ത്. നായകന്റെ ഭംഗിയുള്ള ഒരു നായിക എന്നതിനുപരി ശക്തമായ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ത്രീ കഥാപാത്രം തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാവാം ഈ താരം മറ്റ് നായികമാരിൽ നിന്ന് ഏറെ വ്യത്യസ്തയാകുന്നത്. ഒട്ടേറെ മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച താരം ഒരു ചിത്രത്തിന് 35 ലക്ഷം മുതൽ 50 ലക്ഷം വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട്. ഭാവന.
50 ലക്ഷം മുതൽ 60 ലക്ഷം വരെ പ്രതിഫലം വാങ്ങുന്ന നടി ഭാവനയാണ് ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത്. ഒരു സഹനടി വേഷത്തിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന താരം പിന്നീട് വെട്ടിപ്പിടിച്ചത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷാ ചിത്രങ്ങളിലെയെല്ലാം നായിക വേഷമാണ്. 83ഓളം ചിത്രങ്ങളിൽ താരം ഇതിനോടകം അഭിനയിച്ചു. കന്നഡ സിനിമാ നിർമ്മാതാവായ നവീൻ 2018-ൽ താരത്തെ വിവാഹം ചെയ്തു. ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്ന് അന്യഭാഷാ ചിത്രങ്ങളിൽ സജീവമായ താരം ഇപ്പോൾ മലയാളത്തിലേക്ക് തിരിച്ചുവരവിന് ഒരുങ്ങുന്നുണ്ട്. മഞ്ജു വാര്യർ. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ആരാധകർ സ്നേഹപൂർവ്വം വിശേഷിപ്പിക്കുന്ന നടി മഞ്ജു വാര്യരാണ് ഈ ലിസ്റ്റിൽ 1ാമത്. മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നായിക നിലവിൽ മഞ്ജു വാര്യരാണ്. വിവാഹത്തോടെ അഭിനയ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായ താരം വിവാഹമോചനത്തിന് ശേഷം സിനിമയിൽ സജീവമായി. തിരിച്ചുവരവിൽ താരം തന്റെ പ്രതിഫലവും കുത്തനെ ഉയർത്തി. 75 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ് മഞ്ജു നിലവിൽ ഈടാക്കുന്ന പ്രതിഫലം. മലയാളത്തിന് പുറമെ തമിഴിലും താരം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്.